95ഓളം സീറ്റുകൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് കിട്ടി. അതിൽ 10-11ഓളം 8-10ഓളം വനിതകൾക്ക് കൊടുത്തു. വനിതകൾക്ക് സീറ്റ് പോരാ. ശശി തരൂർ പറഞ്ഞ പോലെ ഡോക്ടർ ശശി തരൂർ, ഷമാ മുഹമ്മദ് ഒക്കെ പറഞ്ഞ പോലെ വനിതകൾക്ക് സീറ്റ് പോരാ, തീർച്ചയായും കുറേ കൂടി കൊടുക്കേണ്ടതാണ്. അപ്പുറത്താണെങ്കിൽ 15 കൊടുത്തു, LDF എല്ലാം കൂടി 15 കൊടുത്തു. NDAയിലും നല്ലൊരു ശതമാനം സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പണ്ടാണെങ്കിൽ 2 ഗ്രൂപ്പാണ്, AI ഗ്രൂപ്പാണ്. പലപ്പോഴും A ഗ്രൂപ്പിനാണ് ഇതിനകത്ത് അപ്പർ ഹാൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത്. കാരണം ആൻ്റണി, ഉമ്മൻചാണ്ടി അങ്ങനെ വലിയ വലിയ ടീമെല്ലാം A ഗ്രൂപ്പിലാണ്. കരുണാകരൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി I ഗ്രൂപ്പ് അങ്ങ് ക്ഷയിച്ചു. പിന്നെ വന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ തിരുത്തൽവാദികളാണ്. രമേശ് ചെന്നിത്തല, എം എ ഷാനവാസ് മരിച്ചുപോയി, ജി കാർത്തികൻ മരിച്ചുപോയി. ആ ടീം ഒരു ജോസഫ് വാഴക്കൽ അടക്കമുള്ള അങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു. അതിൻ്റെ കാലവും കഴിഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അദൃശ്യനായി നിന്നുകൊണ്ട് കേരളത്തിൽ തന്നെ ഇല്ലാതെ മീൻസ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞത് KC വേണുഗോപാലിനാണ്. അത് വളരെ രസകരമാണ്. KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞത്. പിന്നെ 10-21 സീറ്റുകളിൽ നിർത്താൻ A ഗ്രൂപ്പ്. പക്ഷേ A ഗ്രൂപ്പിന് ഇപ്പോൾ ആരാ നേതാവ് എന്നുള്ളത് രസകരം. വിഷ്ണുനാഥും സംഘമൊക്കെ ആണോ? എന്തായാലും അതൊരു അദൃശ്യ നേതൃത്വമാണ്. ഒരു ഗ്രൂപ്പ് യോഗമൊന്നും ഒന്നും ചേരുന്നില്ല. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, കൃത്യമായി നേതാക്കളുടെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേരും അവർ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ A ഗ്രൂപ്പിന് 21 സീറ്റ് കിട്ടി. അതുപോലെ തന്നെ KC വേണുഗോപാലിന് കുറേ സീറ്റ് കിട്ടി. രമേശ് ചെന്നിത്തലയുടെ കുറേ ആളുകൾക്ക് വോട്ട് കിട്ടിയില്ല, ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല. ജോസഫ് വാഴക്കൻ, തിരുവനന്തപുരത്ത് മലയൻകീഴ് വേണുഗോപാൽ, അതുപോലെ തന്നെ N സുബ്രഹ്മണ്യം, ഇങ്ങനെ തുടങ്ങി 8ഓളം പേർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. VD സതീശന് കിട്ടിയിരിക്കുന്നത് ആകെ ഒരു 8 സീറ്റാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാവും. പക്ഷേ പ്രശ്നം ഇനി KCയും കൂടി തീരുമാനിക്കണം. KC മത്സരിക്കാത്ത സാഹചര്യത്തിൽ VD സതീശനൊരു അവസരം കൊടുക്കുമായിരിക്കും. പക്ഷേ KCയും രമേശ് ചെന്നിത്തലയും കൂടി ചേർന്നാൽ, ഒന്നിച്ച് നിന്നാൽ VDയുടെ കാര്യം, VDSൻ്റെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാർലമെൻ്ററി ബോർഡിൽ ജയിച്ചു വരുന്നത്, അതായത് അസംബ്ലിയിൽ ജയിച്ചു വരുന്നതിൽ ഭൂരിപക്ഷവും ഈ പറഞ്ഞതുപോലെ KC വേണുഗോപാലിൻ്റെയും A ഗ്രൂപ്പിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആളുകളാണെങ്കിൽ അവർ കൈകോർത്താൽ VD സതീശന് ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ളൊരു സ്റ്റാൻഡായിരിക്കും ഇപ്രാവശ്യം എടുക്കുക. ഇനി MR ബൈജു എന്ന് പറയുന്ന അദ്ദേഹം കാട്ടാക്കടയിൽ സ്ഥാനാർത്ഥിയാകാനുള്ളൊരു പ്രധാന കാരണം അദ്ദേഹം നാടാർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അവിടെ മലയൻകീഴ് വേണുഗോപാൽ നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ കാട്ടാക്കടയിൽ നിർത്തിയാൽ ആ സീറ്റ് പിടിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, നെയ്യാറ്റിങ്കര പാറശാല ഭാഗത്തുള്ള നാടാർ കമ്മ്യൂണിറ്റിയെ മുഴുവൻ മൊബിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ശക്തൻ നാടാരെയും, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ നാടാരില്ല എന്നാലും നാടാർ കമ്മ്യൂണിറ്റിയാണ്, ശക്തൻ നാടാരെയും അതുപോലെ തന്നെ MR ബൈജുവിനെ കാട്ടാക്കടയിലും ശക്തനെ നെയ്യാറ്റിങ്കരയിൽ നിർത്തി ആ ബെൽറ്റ് നാടാർ കമ്മ്യൂണിറ്റിയെ, കോവളമടക്കമുള്ള പ്രദേശത്തെ കോവളം, നെയ്യാറ്റിങ്കര, പാറശാല, കാട്ടാക്കട 4 മണ്ഡലങ്ങളിലെ നാടാർ കമ്മ്യൂണിറ്റിയെ, നാടാർ സമുദായത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് MR ബൈജു ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അവിടെ കൃഷ്ണദാസ് 3 പ്രാവശ്യം അവിടെ നിന്നും തോറ്റു. കൃഷ്ണദാസിനൊരു സെറ്റൻ വോട്ടാണ് അവിടെ ഉള്ളത്. എന്നാൽ V മുരളീധരന് അവിടെ 5000ഓളം വോട്ട് ലോകസഭയിൽ കൂടുതൽ കിട്ടി. അങ്ങനെ കൂടുതൽ കിട്ടിയപ്പോൾ V മുരളീധരൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയെങ്കിൽ ചിലപ്പോൾ കാട്ടാക്കട കയറി വന്നേനെ. പക്ഷേ പ്രശ്നം അപ്പോൾ PK കൃഷ്ണദാസിന് കൊടുക്കാനൊരു സീറ്റില്ല കേരളത്തിൽ. വേറൊരു സ്ഥലം ഇവിടെ കൊടുക്കും, അല്ലെങ്കിൽ വടക്ക് പോകണം. അതുകൊണ്ടാണ് PK കൃഷ്ണദാസിനെ അവിടെ തന്നെ, അദ്ദേഹം താമസമൊക്കെ അവിടെയാണ്, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടി വന്നപ്പോഴാണ് V മുരളീധരൻ കഴക്കൂട്ടത്തേക്ക് മാറിയത്. അപ്പോൾ ഇതൊരു വളരെ രസകരമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. അപ്പോൾ പഴയ കാലത്തെ 2 ഗ്രൂപ്പ് ഒഴിച്ച് IA ഗ്രൂപ്പ് എന്നുള്ള കഥ മാറി ഇപ്പോൾ 4 ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് A ഗ്രൂപ്പിൻ്റെ 10-21 സ്ഥാനാർത്ഥികൾ, KC വേണുഗോപാലിൻ്റെ കുറച്ച് സ്ഥാനാർത്ഥികൾ, VD സതീശൻ്റെ 8ഓളം സ്ഥാനാർത്ഥികൾ, പിന്നെ രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥികൾ. ഈ 4 ടീം. ഇതിനിടയിൽ സീനിയർ നേതാക്കളായിട്ടുള്ള പലരും, AK ആൻ്റണി ചിലപ്പോൾ ആളുകളെ നോമിനേറ്റ് ചെയ്യും, ബെന്നി ബെഹനാനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ വളരെ സീനിയർ നേതാക്കൾ, കൊടിക്കുന്നിൽ സുരേഷ് ചിലപ്പോൾ ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് കാണും. അങ്ങനെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കൾ മറ്റാരെങ്കിലുമൊക്കെ നോമിനേറ്റ് ചെയ്ത് കാണും. അങ്ങനെയുള്ള ആളുകൾക്ക് അത് ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പ് പോലുള്ള, ഇപ്പോൾ VT തോമസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നു, മത്സ്യത്തൊഴിലാളിയാണ്, KSUവിൻ്റെ നേതാവാണ്. പരസ്യമായി പറഞ്ഞല്ലോ, KC വേണുഗോപാലാണ് എന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് സീറ്റ് കിട്ടുന്നതിലൊക്കെ KC വേണുഗോപാലാണ് എന്നെ കണ്ടെത്തിയതെന്ന് പരസ്യമായി പറഞ്ഞു. അതുപോലെ ഓരോ നേതാക്കൾക്കും, ഇപ്പം രമ്യ ഹരിദാസ് കൃത്യമായി സീറ്റ് കിട്ടുന്നു. അങ്ങനെ ചില ആളുകൾക്ക് വളരെ കൃത്യമായി സംസ്ഥാനത്ത് എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കിട്ടുന്നു. അങ്ങനെ സീറ്റ് കിട്ടുന്നതിൽ പലരുടെയും ഒരു പാട്രണേജ് എന്നോ അല്ലെങ്കിൽ ഒരു പിതൃത്വമോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വന്ന് അപ്പം ഈ പല ധാരയിലാണ് വരുന്നത്. പിന്നെ ഈഴവ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ടുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ടുണ്ട്, നായർ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ടുണ്ട്.
മുസ്ലിം കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ പല പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നോക്കിയിട്ടുണ്ട്, പല ഇക്വേഷൻസ് നോക്കിയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് സമവായങ്ങൾ കീഴ്മേൽ മറിയുമ്പോൾ കെ.സി. വേണുഗോപാലാണ് വീണ്ടും മുടിചൂടാമന്നനായി കേരളത്തിൽ നിൽക്കുന്നത്. അരങ്ങത്തില്ലെങ്കിലും അണിയറയിൽ കെ.സി. സജീവമാണ്. കെ.സിയുടെ ഒരു വിളയാട്ടമാണ്. അപ്പോൾ ഇനി മുഖ്യമന്ത്രി ആരെന്ന് കെ.സി. തീരുമാനിക്കും. കെ.സി. ഇല്ല, മത്സരിക്കുന്നില്ല, പക്ഷേ കെ.സി. തീരുമാനിക്കും കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന്.